A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Come, be a part of excellence. Be a part of FASC. Fatima College. Molding minds, illuminating lives. Skywave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Sri Vivekananda Padana Kendram, Palemad, Edakara. UDF-മായി സഹകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് PV അൻവറാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇക്കാര്യത്തിൽ കൂടുതൽ ഒന്നും പറയാനില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-നായി പ്രചരണത്തിന് ഇറങ്ങണോ എന്ന് അൻവർ തീരുമാനിക്കട്ടെ. അതിനുശേഷം UDF നിലപാട് പറയാമെന്നും അദ്ദേഹം നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന നേതൃത്വ യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അല്ലാതെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കണം. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. കോഴിക്കോട് DCC പ്രസിഡന്റ് ഉൾപ്പെടെ ഒതായിലെ വീട്ടിലെത്തിയത് തങ്ങളുടെ അനുമതിയോടെ അല്ലെന്നും VD സതീശൻ പറഞ്ഞു. UDF-ൽ മൊത്തം പ്രശ്നമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കും പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി. ഒറ്റക്കെട്ടായി മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. ഒരു കരിയില ഇളകുന്ന ശബ്ദം പോലും ഉണ്ടായില്ല. നിലമ്പൂരിൽ UDF ചരിത്ര വിജയം നേടുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇന്ന് രാവിലെ CPM സെക്രട്ടറി പറഞ്ഞു UDF-ൽ ഭയങ്കര കുഴപ്പമാണെന്ന്. UDF-ൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ ആരും ആശിക്കുകയും വേണ്ട. കാരണം UDF-ൽ ഒരു കരിയില പോലും അനങ്ങാതെ എല്ലാവരും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ്. കോൺഗ്രസ് പാർട്ടിയിലെ മുഴുവൻ നേതാക്കന്മാരുടെയും ഏകകണ്ഠമായ തീരുമാനം. അത് മുഴുവൻ UDF നേതാക്കളുടെയും പൂർണ്ണമായ അനുമതിയോടുകൂടി സമ്മതത്തോടും കൂടിയാണ് ഏറ്റവും പെട്ടെന്ന് UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ഇതിനു മുൻപേ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം ഭംഗിയായിട്ട് തുടങ്ങിയത്. ഞങ്ങൾക്ക് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം 24 മണിക്കൂറിനകം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളുണ്ട്. ഇത് പരമ്പരാഗതമായ ഒരു UDF മണ്ഡലമാണ്. ചില പ്രത്യേക കാരണങ്ങളാലാണ് കഴിഞ്ഞ 9 വർഷം നമുക്കത് നഷ്ടപ്പെട്ടത്. അത് വലിയ ഭൂരിപക്ഷത്തിൽ, നിങ്ങൾക്കറിയാമല്ലോ, UDF ജയിച്ചിരിക്കുന്നതെല്ലാം മഹാഭൂരിപക്ഷത്തിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ. ആ മഹാഭൂരിപക്ഷം നിലമ്പൂരിലും ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF നേടിയതുപോലെ വൻ ഭൂരിപക്ഷത്തിൽ UDF നിലമ്പൂരിൽ വിജയിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. യോഗത്തിൽ UDF മണ്ഡലം ചെയർമാൻ CH ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, വൈസ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PV അബ്ദുൽ വഹാബ് MP, സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്, DCC പ്രസിഡന്റ് VS ജോയ് തുടങ്ങിയവരും സംസാരിച്ചു. A+ വിഷൻ, നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. Skywave Water and Amusement Park, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, Children Splash, Family Splash Slide, Open Body Slide, Closed Body Slide, 16D Theatre, Children's Park, Zip Line, Zip Cycle, Fly Carpet തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.